നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അറിയാലോ, വരുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം വെറും VIP-കളല്ല, എന്റെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ പോകുന്ന അതിഥികളാ. സർ, സാറിന്റെ ഗസ്റ്റുകൾക്ക് യാതൊരു കുറവും വരാതെ നോക്കിക്കോളാം സർ. വെൽക്കം ഡ്രിങ്ക് മുതൽ അത്താഴം വരെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ് സർ. എല്ലാ കാര്യങ്ങളും ഒരു പരാതി വരാത്ത രീതിയിൽ കൂടെ നിന്ന് നോക്കണം സർ. ഇവിടെയുള്ള ഏറ്റവും നല്ല റൂമുകളാണ് അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എന്തിനും ഏതിനുമായി ഒരു വിളിപ്പാടകലെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവും. മതി, അത് മതി. ഞാനൊന്ന് പുറത്തേക്ക് പോവാ, കല്യാണല്ലേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി സർ. ഓക്കെ ഓക്കെ. ഹലോ സർ, ഗസ്റ്റുകളെല്ലാം എത്തി. അവരെത്തിയോ? എല്ലാവരും എത്തിയോ? മാധവൻ സാറും കുടുംബം എത്തി. യെസ്, അവര് തന്നെയാണ് അതിഥികൾ. ഞാൻ എത്താൻ അല്പം വൈകും. അവിടെ അവർക്ക് ഒരു കുറവുണ്ടാകാൻ നോക്കണം. ശരി. വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്നും അവരുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയാലോ. അറിയാം സർ. രാജകീയ സ്വീകരണമായിരിക്കണം. എല്ലാം ചെയ്യാം സർ. ശരി, താൻ ഫോൺ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരി സർ. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. അറിയാം സർ. സസ്പെൻഷൻ. നോ, ഡിസ്മിസൽ. രാമേശ്വരം യാത്രയുടെ ക്ഷീണം നന്നായിട്ടുണ്ട്. എന്നാലും ഉള്ളിലൊരു സന്തോഷമുണ്ട്. വർഷമോളെ നല്ലൊരു കയ്യിലാണല്ലോ പിടിച്ചേൽപ്പിക്കുന്നത്. വിക്രമിന്റെ കാര്യത്തില് ഞാൻ സംതൃപ്തനാണ് ചന്ദ്രു. എല്ലാ കാര്യങ്ങളിലും അവൻ മിടുക്കനാ, നല്ല മനസ്സും. അങ്ങനെയുള്ളവര് ഒരിക്കലും പരാജയപ്പെടില്ല. അത് വിക്രമിനെ എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുക തന്നെ ചെയ്യും. അതെ, വർഷയുടെ കാര്യത്തിൽ എനിക്കും ടെൻഷനൊന്നുമില്ല മാധവേട്ട. അവള് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിക്രമിന്റെ കൂടെ ജീവിക്കും. പക്ഷേ വന്ദനയുടെ ജീവിതം, അത് ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഗുണ്ടകളുടെ ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി. ഒന്നിന്റെ ആഘാതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞ് ഇനിയും മുക്തി പ്രാപിച്ചിട്ടില്ല മാധവേട്ട. എങ്ങനെ ഒരു വിധിയുണ്ടോ? ദേമോളുടെ ഉത്തരവാദിത്തം കൂടി ആയപ്പോ അവളുടെ ഭാവി എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പാവം എന്റെ മോള് ഒറ്റപ്പെട്ടു നിൽക്കുക. എവിടെ എപ്പോഴും ശത്രുക്കളാ. അത് ഓർക്കുമ്പോ വിഷമിക്കേണ്ട ചന്ദ്രികെ, ഇത് വിക്രമന്റെ കോട്ടയാ. ജീവനിൽ കൊതിയുള്ളവരാരും വന്ദനയെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് കടന്നു വരില്ല ചന്ദ്രു. അതറിയാം. ഒരു തൽക്കാല ആശ്വാസം മാത്രം. ആരാണ് എന്റെ മോളുടെ ശത്രു? എന്തിനാ അവരെന്റെ കുഞ്ഞിനെ ഉന്നം വെക്കുന്നത്? എന്തായാലും കല്യാണം ഒന്ന് കഴിയട്ടെ. അവള് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ പിൻവലിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമേ ഇപ്പോ വന്ദനമോൾക്കൊരു രക്ഷാമാർഗമുള്ളൂ. നോക്കാം, വരട്ടെ. ഇപ്പോ വർഷയുടെ കാര്യം നടക്കട്ടെ ചന്ദ്രു. അതിനിടയിൽ നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ശരിയല്ല. എന്നെ തട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? അയാൾ ആരാണെന്ന് പറഞ്ഞ
ഈ കേസ് ഞാൻ പിൻവലിക്കാം. പറ. നീ കള്ളക്കളിയാ കളിച്ചേ? ഞാനല്ല കള്ളകളി കളിച്ച, ഗോകുലേട്ടനാ. അയ്യോ, രാജാവ് പെട്ടല്ലോ. ഇനി എന്ത് ചെയ്യും? നീ കള്ളക്കളി കളിച്ചതാ. വേണ്ട വേണ്ട, വന്ദനാമ്മേ, ഗോകുലേട്ടനാ കള്ളം പറയുന്നത്. ഞാനല്ല കള്ളം പറഞ്ഞത്, ദിയയാ. മതി മതി മതി, തർക്കം വേണ്ട. കളിയിൽ തോറ്റ സമ്മതിച്ചു കൊടുക്കണം. എങ്കി ശരി, ആദ്യം തൊട്ട് കളിക്കാം. ശരി, ഞാൻ റെഡി. ഇങ്ങനെ ഫോൺ വിളിച്ചാ വിക്രമനോട് കല്യാണശേഷം എന്തേലും പറയാൻ ബാക്കി വെക്കണ്ടേ? ഞാൻ വിളിക്കുന്നത് ശ്യാമിനെയാ ചേച്ചി. ശ്യാമിനെയാണോ? ഞാൻ കരുതി വിക്രമനെ ആയിരിക്കുമെന്ന്. ശ്യാമക്ക് നേരത്തെ എത്തുമായിരിക്കും അല്ലേ? ഇല്ല ചേച്ചി, അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്റെ ഫോൺ അവൻ അറ്റൻഡ് ചെയ്യാത്തതാ. ശ്യാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവനെങ്ങനെ ചെയ്യൂ? അങ്ങനെ ആയിരുന്നില്ല ചേച്ചി. അവൻ എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു മിസ്സിംഗ്. അവനിപ്പോ കോളേജിലും കൃത്യമായിട്ട് വരുന്നില്ലെന്നാ ഫ്രണ്ട്സ് പറഞ്ഞത്. നീ പറയുന്നത് സത്യമാണോ? അതെ ചേച്ചി, അവൻ ഇന്നും വീട്ടിൽ അടച്ചുപൂട്ടി ഇരിപ്പാണത്രേ. അവന്റെ കാര്യത്തില് എനിക്ക് പേടി തോന്നുന്നു ചേച്ചി. മോളെ, ശ്യാം നല്ലൊരു പയ്യന. അത്രയും സ്മാർട്ടായി അവന് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ അവന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന കാര്യമായി എന്തോ ഷോക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായിരിക്കും അവൻ എല്ലാവരിൽ നിന്നും അകന്നു മാറിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നീ ശ്യാമിന്റെ നമ്പർ എന്താ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല. എനിക്ക് പേടി തോന്നുന്നു ചേച്ചി. മോള് വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞ് വിക്രമിനെയും കൂട്ടി അടുത്ത ദിവസം തന്നെ ശ്യാമിന്റെ വീട്ടിൽ ചെന്ന് ശ്യാമിനെ ഒന്ന് കണ്ടാ മതി. അത് അവനൊരു സർപ്രൈസും ആവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.